നമസ്കാരം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഹരിയാനയിൽ ബി.ജെ.പിക്ക് ഹാട്രിക്, കശ്മീരിൽ ബി.ജെ.പിക്ക് മോഹഭംഗം. ഹരിയാനയിൽ ബി.ജെ.പി നേടിയത് അത്ഭുത വിജയമോ? മോദി എന്ന കാർഡ് ഇറക്കാതെ തന്നെ ഹരിയാനയിലെ ഭരണവിരുദ്ധ വികാരം ബി.ജെ.പി സർക്കാർ എങ്ങനെ മറികടന്നു? ഹരിയാന മധുരിച്ചപ്പോൾ കശ്മീർ കഴിച്ചത് ബി.ജെ.പിക്ക് നൽകുന്ന പാഠം എന്താണ്? നാഷണൽ കോൺഫറൻസിനെ ഇല്ലാതാക്കാനുള്ള ബി.ജെ.പി നീക്കം പാളിപ്പോയതെങ്ങനെ? അതേസമയം രണ്ടിടത്തും കോൺഗ്രസിനേറ്റ തിരിച്ചടി എന്തിന്റെ സൂചന? വരാനിരിക്കുന്ന മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാനയിലെ പരാജയം കോൺഗ്രസിന്റെ വിലപേശൽ ശേഷി കുറയ്ക്കുമോ? ഇന്ത്യ സഖ്യത്തിലെ രാഹുലിന്റെ നായക പരിവേഷം നഷ്ടപ്പെടുത്തുമോ? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന് എന്തുപറ്റി? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, ബി.ജെ.പിയിൽ നിന്ന് ബി ഗോപാലകൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ ജയൻ ജേക്കബ് എന്നിവർ എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ രാജു പി നായർ, എങ്ങനെയാണ് ഈ ഹരിയാനയിലെ തിരിച്ചടിയെ നിങ്ങൾ വിലയിരുത്തുന്നത്? അല്ല, ഹരിയാനയിലെ ഉണ്ടായിരിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അംഗീകരിക്കില്ല എന്ന് AICC വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയെ മാനിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇതാണ്. അത് ഞങ്ങൾ ഏറ്റവും കനത്ത പരാജയം നേരിട്ടപ്പോൾ പോലും നമ്മുടെ നേതൃത്വം ഇറങ്ങി വന്ന് കൃത്യമായിട്ട് ആ ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട് ഇതിനു മുമ്പ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യം കോൺഗ്രസിന് എന്തുപറ്റിയെന്നാണ്. കോൺഗ്രസിന് എന്തുപറ്റിയെന്നല്ല ചോദിക്കേണ്ടത്. ഇന്നത്തെ ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ചോദിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുപറ്റി എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ 71 സീറ്റ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്ന് വരുമ്പോൾ തന്നെ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ 3-4 ജില്ലകളിലെ കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താ ഇത്ര ദിവസത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ, EVM മെഷീൻസ്, ആ EVM മെഷീൻസ് വന്നതിന് ശേഷം കൗണ്ടിങ്ങിന് വന്നപ്പോൾ പല മെഷീനുകളും 3 ജില്ലകളിലെ പല മെഷീനുകളും 99% ബാറ്ററി നിൽക്കുകയാണ്. അത് കൗണ്ടിങ്ങിന് തുടങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് ബാറ്ററി എത്രയുണ്ട് എന്ന് കാണിക്കും. ആ ബാറ്ററി 99% എന്ന് കാണിച്ചപ്പോൾ തന്നെ അത് സംബന്ധിച്ച് പരാതി ഉയർത്തുകയുണ്ടായി. കോൺഗ്രസ് നേരിട്ട് പരാതി ഉയർത്തി. ആ പരാതി ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തിച്ചു. പക്ഷേ അപ്പോഴെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഒരു പണിയും എടുക്കാതെ അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാതിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വളരെ വലിയ സമയ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് ഇതിനകത്ത് പരാതികൾ ഉന്നയിക്കുന്നുണ്ടായി. 99% ഒരു മെഷീനിൽ, EVM മെഷീനിൽ ചാർജ് നിൽക്കുക എന്നുള്ളത് സാധ്യമായിട്ടൊന്നുള്ളതല്ല. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ സമയവും ആ ബാറ്ററി ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം ആ ബാറ്ററി ഇപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ദിവസങ്ങളോളം, ആഴ്ചകളോളം ആ മെഷീനുകൾ ഇരുന്നിട്ടുണ്ട്. അവിടെ 99% ബാറ്ററി നിലനിൽക്കുന്ന ഒരു സാഹചര്യം അട്ടിമറിയുടെ സൂചനയാണ്. അങ്ങനെ 99% ബാറ്ററി നിലനിൽക്കുന്ന മെഷീനുകളിലാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. എന്നാൽ സ്വാഭാവിക രീതിയിൽ 60 മുതൽ 70%, കാരണം അതിലെല്ലാത്തിലും അത്രേ വരുള്ളൂ, 60 മുതൽ 70% ഉള്ള EVM മെഷീനുകളുണ്ട്. ആ മെഷീനുകളിലെല്ലാം കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യവും എല്ലാ മെഷീനുകളും 99%-ലേക്ക് ബാറ്ററി നിൽക്കുന്നിടത്ത് കോൺഗ്രസ് പരാജയപ്പെടുന്ന സാഹചര്യവും ഇതിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടെന്നത് വളരെ വ്യക്തമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള അട്ടിമറിയുടെ തുടർച്ചയാണ്. നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ രാജ്യത്ത് പോൾ ചെയ്ത വോട്ടുകളെത്താൽ 5 കോടി വോട്ട് കൂടുതലായി എണ്ണി എന്നുള്ളത് കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. 79 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP ജയിച്ചിരിക്കുന്ന ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ പോൾ ചെയ്യാത്ത വോട്ടുകൾ എണ്ണി എന്നുള്ളത്. സാധാരണ 0.25% എല്ലാം ഈ കൗണ്ടിൽ വ്യത്യാസം വരും. പക്ഷേ ആ 0.25% പകരം 12% വരെ പോൾ ചെയ്ത വോട്ടും കൗണ്ട് ചെയ്ത വോട്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇലക്ഷൻ കമ്മീഷന് വോട്ട് ഫോർ ഡെമോക്രസി എന്നുള്ള സംഘടനയും അതുപോലെ തന്നെ ADR ഉൾപ്പെടെ ഇതിൽ നടത്തിയ പഠനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉദ്ധരിച്ച്
ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ട് ഈ നിമിഷം വരെ ഇലക്ഷൻ കമ്മീഷൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. എത്ര വോട്ടുകളാണ് ആദ്യത്തെ ഫേസ് വോട്ടിങ്ങിൽ എത്ര വോട്ടുകളാണ് പോൾ ചെയ്തത് എന്ന് രാജ്യം അറിയുന്നത് മുൻപൊക്കെ 24 മണിക്കൂറിനുള്ളിലാണെങ്കിൽ ഇത്തവണ 11 ദിവസങ്ങൾക്ക് ശേഷമാണ്. 11 ദിവസങ്ങൾക്ക് ശേഷം ആ കണക്ക് നമ്മുടെ മുന്നിലെത്തുന്നു. രണ്ടാം ഘട്ടം എത്ര പോൾ ചെയ്തു എന്ന് വേണു ഇപ്പോ ഒന്ന് അന്വേഷിച്ചു നോക്കിക്കോ, അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധി ഉൾപ്പെടെ അന്വേഷിച്ചു നോക്കിക്കോ. രണ്ടാം ഘട്ടത്തിൽ എത്ര വോട്ട് പോൾ ചെയ്തു ഈ രാജ്യത്തിന് അറിയില്ല, ഇലക്ഷൻ കമ്മീഷൻ അറിയില്ല എത്ര വോട്ട് രണ്ടാം ഘട്ടത്തിൽ പോൾ ചെയ്തു എന്നുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്വാധീനമുള്ളിടത്ത് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നടത്തുന്നതിൻ്റെ അട്ടിമറിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് വിധിയെ കോൺഗ്രസ് അംഗീകരിക്കില്ല. ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതായി കോൺഗ്രസ് സമ്മതിക്കുന്നില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ഇലക്ഷൻ കമ്മീഷനിലേക്ക് നാളെ കൊടുക്കും. ആ പരാതികൾ മുന്നോട്ട് കൊണ്ടുപോകും. അവിടെ ജനാധിപത്യത്തിന്റെ കശാപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, 99% ബാറ്ററി കോൺഗ്രസിനെ ചതിച്ചു എന്നാണ് ഇവർ പറയുന്ന ന്യായം, അതിനുള്ള മറുപടി? രണ്ടായിരത്തി 2014 വോട്ടിംഗ് മെഷീനായിരുന്നു. 2019 അവർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു, വോട്ടിംഗ് മെഷീൻ ചതിച്ചു, അതുകൊണ്ട് വോട്ടിംഗ് മെഷീൻ പാടില്ല എന്നായിരുന്നു. BJP എവിടെയൊക്കെ ജയിക്കുന്നു അവിടെയൊക്കെ വോട്ടിംഗ് മെഷീൻ, അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള കണക്കില്ല, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചതിച്ചു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തി. ഇതൊക്കെ കോൺഗ്രസ് തോക്കുമ്പോൾ അവരുണ്ടാക്കുന്ന ഓരോ വാദങ്ങളാണ്. UPയിൽ BJP ജയിക്കുകയും കർണാടകയിൽ BJP തോൽക്കുകയും ചെയ്തപ്പോൾ അവർ വോട്ടിംഗ് മെഷീൻ്റെ കാര്യം പറഞ്ഞില്ല, കാരണം കർണാടകയിൽ പറയേണ്ടി വരുമല്ലോ. ഇതൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. ഹരിയാനയിൽ BJP വീണ്ടും അധികാരത്തിൽ വന്നത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കേണ്ട, കോൺഗ്രസ് അംഗീകരിക്കണമെന്നൊരു നിർബന്ധവുമില്ല, ജനങ്ങൾ അംഗീകരിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം പറയാം, വേണു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എത്ര ദിവസമായി? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ രാവിലെ ഞാൻ കണ്ടതാണ്. ഞാൻ തൃശ്ശൂർ കോടതിയിലേക്ക് വരുമ്പോൾ പടിഞ്ഞാറേക്കോട്ടയിൽ വലിയ മധുര പലഹാരത്തിൻ്റെ വിതരണം, അവിടെ ബാൻഡ് സമ്മേളനമൊക്കെ ബാൻഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ വലിയ പ്രൊസഷൻ നടത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. വരുന്ന വഴി ലഡു എനിക്കും വീശി. ഞാനെന്തായാലും ലഡു മേടിക്കാൻ നിന്നില്ല. ഞാൻ ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി കേട്ടുകൊണ്ടാണ് വന്നത്. ഒരുപക്ഷെ വേണുവിനറിയാമല്ലോ, കേരളത്തിലും അതുപോലെ ഇവരുടെ ഹരിയാനയുടെ AICC ഹരിയാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലും വലിയ മധുരപലഹാര വിതരണമടക്കമുള്ള ആഘോഷങ്ങൾ തയ്യാറെടുത്തു. അപ്പോഴൊന്നും അവർക്കിത് പറയാനില്ലായിരുന്നു, അപ്പോഴൊന്നും അവർക്ക് ഈ വാദങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്ത് ഏതാണ്ട് ഉച്ചയ്ക്ക് 11 മണി വരെ ഇവർ വലിയ മധുരപലഹാരം കൊടുത്തുകൊണ്ട് ആഘോഷം നടത്താൻ തീരുമാനിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു ആരോപണവുമില്ല. നേരെ വിപരീതമായി കയറി വന്നു BJP. കഴിഞ്ഞ ത്രിപുര തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടി 12 മണി വരെ ത്രിപുരയിൽ വേണു ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 12 മണി വരെ ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലീഡുണ്ട്. അതിനുശേഷം ക്രമേണയാണ് BJP കയറി വന്നത്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി പോലും തെരഞ്ഞെടുപ്പിൻ്റെ അട്ടിമറി പറഞ്ഞിട്ടില്ല. ഇതൊരു നാണം കെട്ട ഏർപ്പാടാണ് ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഒരു അന്തസ്സില്ലായ്മയാണ്. തോൽവിയെ തോൽവിയായിട്ട് കാണണം. തോറ്റുപോയി. ഇനി ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ കുറച്ച് അല്പം വൈകി വന്നതുകൊണ്ട് താങ്കളുടെ ഇൻട്രോയും അദ്ദേഹം പറഞ്ഞത് മുഴുവനും കേൾക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് താങ്കളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ്സിനേറ്റ കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് BJPക്ക് നേർ മുട്ടാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും ആയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ 2 തെരഞ്ഞെടുപ്പും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വേണുവിൻ്റെ അടക്കം 24 ഒരു വലിയ 2-3 ദിവസം നീണ്ടു നിന്ന അവലോകനമുണ്ടായിരുന്നല്ലോ. അന്ന് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു മോദിയുടെ പ്രഭ മങ്ങിപ്പോയി, BJP പുറകോട്ടാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ഏതാണ്ട് 11 മണി വരെ മോദി പരാജയപ്പെട്ടു എന്ന് എത്രയോ മാധ്യമങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിൽ പോയി ഹരിയാനക്കാരെ വിളിച്ചു കൂട്ടി ആ ഹരിയാനയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. ഈ തെരഞ്ഞെടുപ്പിൽ
എല്ലാവരും കൂടി സഖ്യമായിട്ട് ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് സഖ്യത്തോടു കൂടി മത്സരിച്ച ജമ്മു കാശ്മീരിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? ഉള്ളതും കൂടി പോയി. അവിടെ BJPയുടെ സ്ഥിതി എന്താ? ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി. ഇനി ഹരിയാനയിലേക്ക് വന്നാൽ, എൻ്റെ വേണു, ഹരിയാന പോലെ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന് ഇത്രയും അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റിയ ഒരു സംസ്ഥാനം വേറെ ഉണ്ടോ ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിൽ? വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? കാരണം ആൻറ്റി ഇൻകമ്പൻസി ഒന്നല്ല, 3 ആൻറ്റി ഇൻകമ്പൻസി. ഒരു ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഹരിയാനയുടെ ചരിത്രത്തിൽ 3-ാം വട്ടം ആരും വന്നിട്ടില്ല. അപ്പോൾ 3 ആൻറ്റി ഇൻകമ്പൻസി. ഇനി രണ്ടാമത്, നമ്മളൊക്കെ ഈ കേരളത്തിലെ 24 അടക്കം ഈ കേരളത്തിലെ ചാനലുകളൊക്കെ എത്ര ദിവസമാണ് ചർച്ച ചെയ്തത്? കർഷക സമരത്തിൻ്റെ കേന്ദ്രം പഞ്ചാബും ഹരിയാനയുമാണ്. ആ ഹരിയാനയിലാണ് വെടിവെപ്പ്, ആ ഹരിയാനയിലാണ് തടയൽ, ആ ഹരിയാനയിലാണ് പോലീസ് തടഞ്ഞത്. കർഷക പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ട ഹരിയാനയിൽ കർഷകർ വോട്ട് ചെയ്തത് BJPക്കാണ്. പിന്നെ നമ്മൾ ഈ കേരളത്തിൽ എപ്പോഴും BJPക്കെതിരായിട്ടുള്ള, എനിക്ക് വളരെ രസകരമായി തോന്നാറുണ്ട്, താങ്കളടക്കമുള്ള അവതാരകന്മാർ എപ്പോഴും പറയാറുണ്ട്, അത് നമ്മളൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് കേട്ടോ പറയുന്നത്, വ്യക്തിപരമല്ല. താങ്കളടക്കമുള്ള ആളുകൾ എപ്പോഴും പറയാറുണ്ട് BJP ഒരു സവർണ്ണ മേധാവിത്വം, BJP സവർണ്ണ മേധാവിത്വത്തിൻ്റെ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് സവർണ്ണ മേധാവിത്വത്തിൽ ഊന്നിയ വോട്ടാണ് കിട്ടുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിതരുള്ളത് ഹരിയാനയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിതരുള്ളവർ അവിടെ ജാട്ട് സമുദായം പ്രബലമാണ്. ജാട്ട് സമുദായത്തിൻ്റെ ഏതാണ്ട് 37 സീറ്റിൽ 17 സീറ്റ് കിട്ടിയതും BJPക്കാണ്. ഇനി ജാട്ട് സമുദായത്തിൻ്റെ അല്ലാത്ത ജാട്ട് വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തും അവിടെ BJPയാണ് ജയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം എന്തുകൊണ്ട് BJP ജയിച്ചു? എനിക്ക് തോന്നുന്നു 24 അടക്കം ഈ ചർച്ച നടത്തണം. നമ്മളങ്ങനെ കേവലം ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ മാത്രം പറഞ്ഞാൽ പോരാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 3400 രൂപ. നമ്മളെപ്പോഴും അഭിമാനപൂർവ്വം കേരളത്തിൽ പറയാറുണ്ട്, നാം 1400 രൂപ കൊടുക്കുന്നു, 1600 രൂപ കൊടുക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാർദ്ധക്യ പെൻഷനും ബാക്കി എല്ലാ അർത്ഥതലങ്ങളിൽ ഈ കേരളത്തിൽ കൊടുക്കുന്ന എൽഡർലി ആയിട്ടുള്ള ആളുകൾക്ക്, വിധവകൾക്ക്, എല്ലാ തരത്തിലുമുള്ള ആ പെൻഷൻ 3400 രൂപ, 3 മടങ്ങ് കൂടുതലാണ് ഹരിയാനയിൽ. ഇനി BPL ആയിട്ടുള്ള സ്ത്രീകൾ, അതായത് ദളിത് വിഭാഗം, അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം 2500 രൂപ വരുന്നു. എന്തുമാത്രമല്ല, ഹൈവേയിൽ റോബറിയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. ശരി ശ്രീ ഗോപാലകൃഷ്ണൻ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. എന്തായാലും ആദ്യം ശ്രീ രാജു പി നായർ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ഖണ്ഡിച്ചിട്ടുണ്ട്. വീണ്ടും അങ്ങയിലേക്ക് വരാം. ശ്രീ ജയൻ ജേക്കബ്, കോൺഗ്രസിന് ഈ വോട്ടിംഗ് മെഷീനിലെ അപാകത എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നേരിട്ട 2 സ്ഥലങ്ങളിലെയും തിരിച്ചടിയെ ന്യായീകരിക്കാൻ കഴിയുമോ? ജമ്മുകശ്മീർ അവർ തൊടുന്നില്ല, ഹരിയാനയുടെ കാര്യത്തിൽ അത് സാധ്യമാകുമോ? എനിക്ക് തോന്നുന്നില്ല വേണോ. നമ്മൾ 2014 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസും BJP നേരിട്ട് മത്സരിക്കുന്ന ഇലക്ഷനുകളിൽ BJPയെ കൗണ്ടർ ചെയ്യാനുള്ള കോൺഗ്രസിന്റെ കഴിവ് കുറഞ്ഞു വരികയായിരുന്നു. 2014 കണക്ക് നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 8% മാത്രമേ കോൺഗ്രസിന് BJP ആയിട്ടുള്ള ഡയറക്റ്റ് ഫൈറ്റിനെ അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ 2019 കോൺഗ്രസിന് 99 സീറ്റ് ലോക്സഭയിൽ കിട്ടിയപ്പോൾ അതവർ മെച്ചപ്പെടുത്തി ഏതാണ്ട് 29% ആക്കിയിട്ടുണ്ട്. അതെ, അവസാനത്തെ തെരഞ്ഞെടുപ്പ് 2024. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോഴും ഉത്തരേന്ത്യയിൽ കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിക്കുമ്പോൾ BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ പല രീതിയിലും ചെറുക്കുവാനുള്ള കഴിവ് കോൺഗ്രസിന് കൃത്യമായി കാണുന്നില്ല. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് നടന്ന പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും വേണം നോക്കുക. മധ്യപ്രദേശിൽ ഇതുപോലെ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. കോൺഗ്രസിന് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു അവസാനമോട് ഉണ്ടായിരുന്നത്. BJP അവിടെ അത്യാവശ്യം ഏറ്റവും പോപ്പുലറായ ഒരു മുഖ്യമന്ത്രിയെ മാറ്റുന്നു. അങ്ങനെ BJP പല കാര്യങ്ങളും ചെയ്തു. കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് സംസ്ഥാനം പോയി. അതുപോലെ ജാർഖണ്ഡ് തിരിച്ചു വരാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു. ഉത്തരേന്ത്യയിൽ നമ്മൾ ഈ ഒരു പ്രവണത വളരെ പ്രബലമായി വരികയാണ്. അതേസമയം തന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനോട് അവർ പരാതി പറയുന്നു. സുപ്രീം കോടതി ഇതിനെതിരെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ അഭിപ്രായത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഉത്തരേന്ത്യയിൽ നേരിട്ട് മത്സരം നടക്കുന്നിടത്തൊക്കെ തന്നെ
BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ അതിജീവിക്കുന്നതിനുള്ള കരുത്ത് കോൺഗ്രസ് കാര്യമായി ജയന്ത, ഞാനൊരു 3 കാര്യങ്ങൾ വേഗമെന്ന് പറയാം, എന്നിട്ട് അങ്ങ് തുടർന്നോളൂ. ഒന്ന്, 2018 ശേഷം അല്ലെങ്കിൽ 2018 മുതൽ അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ 22-ലെ ഹിമാചൽ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ എവിടെയും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങ് പറഞ്ഞതുപോലെ BJPയുമായി നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോഴെല്ലാം തുടർച്ചയായ പരാജയങ്ങളാണ്. അത് 90% ബാറ്ററി ഉണ്ടാക്കിയ പരാജയമാ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹരിയാനയുടെ കാര്യം എടുക്കാം. മോദി ആകെ 4 റാലിയിലേ പങ്കെടുത്തിട്ടുള്ളൂ. മോദി ഫാക്ടറി ഇല്ല. അവിടുത്തെ എല്ലാ പ്രചാരണ ബോർഡുകളിലും ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി, പിന്നെ 10 ചിത്രങ്ങൾ. അതെന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും പ്രാദേശിക നേതാക്കന്മാരടക്കമുള്ള ആളുകളുടെ ചിത്രങ്ങളാണ്. ഒരേ വലിപ്പത്തിൽ അതിലൊരാളായി മാത്രമാണ് മോദി ഉള്ളത്. അപ്പോൾ മോദി ഫാക്ടറി ഇടിച്ച് താഴ്ത്തുകൂടെ ചെയ്യണം ഈ 90% ബാറ്ററിയിലൂടെ എന്ന് വിചാരിക്കുമോ? ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ. മൂന്നാമതായി, 25 കൊല്ലമായി ഡൽഹിയിൽ അധികാരമില്ല, മോദിയുടെ മൂക്കിന് താഴെയാണ്. അപ്പോൾ ഈ 90% ബാറ്ററി പ്രയോഗിച്ചുകൂടെ? അപ്പോൾ എന്ത് വാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഈ ഹരിയാന ചൂണ്ടിക്കാട്ടിക്കൊണ്ട്? അല്ല, പിന്നെ അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, കോൺഗ്രസ് മറുവശത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ആന്റി ഇൻകംബൻസി BJP കാര്യമായിട്ട്, ഞാൻ ഹരിയാനയിൽ താമസിക്കുന്ന ഒരാളാണ്, ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. വേണു പറഞ്ഞതുപോലെ മോദിയുടെ അധികം പോസ്റ്ററുകളോ റാലികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഖട്ടർ ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ പോലെ ഒരു പോസ്റ്ററുകളിൽ നിന്ന് മാറ്റി. അങ്ങനെ ഒരാളെ മാറ്റിയിട്ട് താരതമ്യേന അറിയപ്പെടാത്ത സൈനിയെ പോലെ ഒരു മുഖ്യമന്ത്രി അവിടെ കൊണ്ടുവരുന്നു. അതിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പ്രായമായ ചില നേതാക്കളുടെ, കോൺഗ്രസ് പാർട്ടി ഇത്ര പഴയ പാർട്ടി ആയതുകൊണ്ടായിരിക്കാം അവരുടെ ഒരു കയ്യിൽ നിന്ന് മാറുവാനുള്ള ഒരു ശ്രമം വളരെ കുറവാണ്. പ്രാദേശിക നേതാക്കൾ, നമ്മളത് മധ്യപ്രദേശിൽ കമൽനാഥിന്റെ കാര്യത്തിൽ കണ്ടു, കൂഡ ഫാമിലിയുടെ കാര്യത്തിൽ നമ്മളത് ഹരിയാനയിൽ കാണുന്നു. അതുകൊണ്ട് ഈ ഒരു കാസ്റ്റ് കോമ്പിനേഷൻ എപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഉണ്ടാക്കിയാൽ അതിനൊരു ആന്റി കൺസോളിഡേഷൻ ഉണ്ടാവും. നിങ്ങൾ 27% ജാട്ട് വോട്ടുകളെ കാര്യമായി നോക്കുകയാണെങ്കിൽ, ജാട്ടുകൾ മാത്രമല്ലല്ലോ ഈ സംസ്ഥാനത്തുള്ളത്, 20% ദളിതുണ്ട്, OBCകളുണ്ട്. അന്നേരം അങ്ങനെ ഒരു കൗണ്ടർ കൺസോളിഡേഷൻ വരും. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് മൈൻ ഇലക്ഷൻ മാനേജ്മെന്റിൽ BJP എന്തുകൊണ്ടോ വളരെ മുന്നോട്ടാണ്. അവര് ആവശ്യമില്ലാതെ സ്ഥാനത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിമതരെ നിർത്തും, അവര് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും. അന്നേരം ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയായിട്ടും BJP ഒറ്റയ്ക്ക് കോൺഗ്രസും BJPയും മത്സരിക്കുന്നിടത്ത് പലപ്പോഴും കോൺഗ്രസിന് ആ ഗെയിമിൽ എത്താനായിട്ടില്ല. പക്ഷേ അതേ സമയം തന്നെ കോൺഗ്രസിനെല്ലാം വളരെ സ്വാധീനമുള്ളൊരു സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം തന്നെ. കോൺഗ്രസ് ഇവിടെ ഒന്നും അപാകതപ്പെട്ടു പോകുന്ന പാർട്ടിയല്ല, ഒറ്റപ്പെട്ടു പോകുന്ന പാർട്ടിയല്ല. കൃത്യമായ വോട്ടിംഗ് പെർസെൻറ്റേജുകളുണ്ട്, 30 സീറ്റിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജുകൾ കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്. അത് എന്തോ കോൺഗ്രസിന് എന്തുകൊണ്ടത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഘടകമെന്ന് പറയുന്നത്. ശരി, ശ്രീ രാജു പി നായർ, ശ്രീ B ഗോപാലകൃഷ്ണനുള്ള മറുപടി, ഒപ്പം ഈ 3 കാര്യങ്ങൾ, ഈ 2018 മുതലുള്ള കഥ, ഈ മോദി ഫാക്ടറി ഇല്ല എന്ന ഹരിയാനയിലെ പുതിയ സാഹചര്യം, ഡൽഹിയിലെ 25 കൊല്ലത്തെ ഭരണരഹിതമായ ഈ BJPയുടെ അവസ്ഥ, ഇതിലൊന്നും ഈ 90% ബാറ്ററി പ്രവർത്തിക്കാത്ത എന്തുകൊണ്ട്? വേണു, രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഇന്നലെ വരെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ, ഞാൻ എക്സിറ്റ് പോളുകളൊന്നും ആശ്രയിക്കുന്ന ഒരാളല്ല, പക്ഷെ മുഴുവൻ ചർച്ചയും കോൺഗ്രസ് ഹരിയാനയിൽ അധികാരത്തിൽ വരുന്നു എന്നുള്ളതായിരുന്നല്ലോ. ആ കൗണ്ടിങ് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ 2 മണിക്കൂറിലുള്ള മുഴുവൻ കണക്കുകളും കോൺഗ്രസ് മഹാഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നതാണല്ലോ. ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ വില കുറച്ച് കാണേണ്ട ഒന്നല്ല. ബാറ്ററി 99% എന്ന് പറയുന്നതിന്റെ അർത്ഥം അതിന്റെ കൗണ്ടിങ് യൂണിറ്റുകൾ റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വോട്ടിംഗ് നടക്കുന്ന ഒരു യൂണിറ്റിൽ 99% ബാറ്ററി പല മെഷീനുകളിലും ഒരേപോലെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത്, അതിനെ നിങ്ങൾക്ക് വില കുറച്ച് കാണുമെങ്കിൽ കാണാം. പക്ഷെ അപ്പോൾ ഞാൻ ഒരു മറുചോദ്യം ഞാൻ വേണുവിനോട് ചോദിക്കും. ഞാൻ വേണുവിനെ വെല്ലുവിളിക്കുകയാണ്. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടത്തിൽ ഈ രാജ്യത്ത് എത്ര വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ കണക്ക് വേണുവിന് ഈ ഡിബേറ്റ് തരുന്നതിന് മുമ്പ് പുറത്തുവിടാൻ സാധിക്കുമോ? എത്ര വോട്ടുകൾ പോൾ ചെയ്തു, 2ാം ഘട്ടത്തിൽ എത്ര വോട്ടുകൾ ഈ രാജ്യത്ത് പോൾ ചെയ്തു എന്നുള്ളതിന്റെ കണക്ക്, എണ്ണം ഒന്ന് വേണുവിന് ഈ ഡിബേറ്റ് തീരുന്നതിന് മുമ്പ് പ്രേക്ഷകരെ അറിയിക്കൂ. രാജുപിനാർ, എനിക്കിപ്പോ അതിനകത്ത് യാതൊരു സംശയങ്ങളുമില്ല. അല്ലല്ല രാജു പി നായർ, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഒരു സെക്കൻഡ് എന്നിട്ട് അങ്ങ് തുടർന്നോളൂ. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രതിപക്ഷ സഖ്യം ശക്തമായി ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിൽ തന്നെ അതിന്റെ കണക്കുകൾ സഹിതം ഏറ്റവും ശക്തമായി അവതരിപ്പിച്ചിട്ടുള്ള നേതാവിന്റെ പേരാണ് സീതാറാം യെച്ചൂരി. രാഹുൽ ഗാന്ധിയേക്കാൾ കൃത്യമായി ആ കണക്കുകൾ അവതരിപ്പിച്ച ആളാണ്.
യെച്ചൂരി. ആ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിലെ ഷെഡ്യൂൾ പ്രഖ്യാപനം മോദിക്ക് അനുകൂലമാകുന്ന രൂപത്തിലായിരുന്നു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുകൾ തന്നെ മഹാരാഷ്ട്രയിലേക്കും ജാർഖണ്ഡിലേക്കും പോകാതെ മാറ്റിവെക്കുന്ന സാഹചര്യം. കശ്മീരിൽ എന്തുകൊണ്ട് ഇത്ര ഘട്ടം? ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കശ്മീരിലെ ഒരു ലോക്സഭാ മണ്ഡലം രണ്ടായി മുറിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യം. ഇതൊക്കെയുണ്ട്, ഇതൊക്കെ സംശയാസ്പദവുമാണ്. പക്ഷെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ല 99% ബാറ്ററി. ശരി, അപ്പൊ വേണു പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ വേണു പറഞ്ഞു. അപ്പൊ വേണു കൃത്യമായിട്ട് പറയുകയാണ് തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നതിൽ ആ തെരഞ്ഞെടുപ്പിന്റെ നിഷ്പക്ഷതയിൽ സംശയമുണ്ട്, ആ സംശയം ജനുവിനാണ് എന്നുള്ളത് വേണു സമ്മതിക്കുന്നു. ഒരു സംശയമില്ല, സുപ്രീം കോടതി വരെ പോയതല്ലേ പ്രതിപക്ഷത്തിന്റെ ആ സംശയം. അത് പറയുന്നുണ്ട് എന്താ തെറ്റ്? ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസി. വേണു ഞാൻ പറയട്ടെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങ് സമ്മതിക്കാനുള്ള എന്റെ ഭാഗം അങ്ങ് സമ്മതിച്ചല്ലോ. അപ്പൊ ADR എന്ന് പറയുന്ന ഏജൻസിയും വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഏജൻസിയും വളരെ കൃത്യമായിട്ട് കണക്കുകൾ ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷന് വിശദീകരണം ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ട് മാ എന്നൊരു അക്ഷരം മിണ്ടാത്ത ഈ ഇലക്ഷൻ കമ്മീഷനും കൂടി വേണു അങ്ങ് പറയാ. അപ്പൊ ആ ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താ? ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതിരിക്കുന്നു, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നു, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ രാജു പി നായർ ഇവരുടെ ഏറ്റവും വലിയ അഭിമാന പോരാട്ടമായി ഇവർ കാണേണ്ടത് ജമ്മു കാശ്മീർ അല്ലേ? BJP അവരുടെ അഭിമാന പോരാട്ടമായി കാണേണ്ടത് ജമ്മു കാശ്മീർ അല്ലേ രാജു? എന്നെ പറയാൻ അനുവദിക്കും. അല്ല എന്ന് വെച്ചാൽ അങ്ങിങ്ങനെ അനന്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ നമ്മുടെ ഈ ചർച്ചയുടെ സ്വഭാവം. എന്നെ പറയാൻ അനുവദിക്കൂ. അല്ല, അനന്തമായിട്ടല്ലോ, ഞാൻ അനന്തമായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പറഞ്ഞപ്പോ തന്നെ വേണു. അല്ല, അങ്ങ് ഇതെല്ലാം ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഒരു വാദത്തിന് അങ്ങ് ഹരിയാനയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കൃത്രിമം നടക്കുന്നു എന്ന് പറയുന്ന കാര്യം അംഗീകരിച്ചാൽ അതിനേക്കാൾ അഭിമാനകരമായി അവർ കാണേണ്ടത് ജമ്മു കാശ്മീർ അല്ലേ രാജു? അതിനുള്ള മറുപടി അതിനുള്ള മറുപടി ആദ്യം ദയവായി. ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി ഞാൻ പറയാം വേണു, എന്തുകൊണ്ടാ കേരളത്തിൽ 86,000 വോട്ട് മാത്രമേ ഇവർക്ക് കൂടുതൽ ആക്കാൻ പറ്റിയത്? ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് പൂർണ്ണമായിട്ട് സർക്കാരിന്റെ കയ്യിൽ അധികാരമുള്ള ഒരു സംവിധാനത്തിൽ മാത്രം നടത്താൻ കഴിയുന്നതാണ്. നമ്മൾ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ കൗണ്ടിംഗ് യൂണിറ്റ് വെച്ചിരിക്കുന്ന സ്റ്റോറേജുകൾ വെച്ചിരിക്കുന്ന സ്ഥലത്തെ CCTV പ്രവർത്തിക്കാതെ ഉള്ള സാഹചര്യം, അല്ലെങ്കിൽ അവിടെ അനധികൃതമായിട്ട് ട്രക്കുകളിൽ പുതിയ മെഷീനുകളുമായി ആ കൗണ്ടിംഗ് സെന്ററിലേക്ക് ട്രക്കുകൾ കണ്ടെടുക്കുന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്? നോക്കൂ, ഉത്തർപ്രദേശിൽ എത്രയായിരുന്നു 2024 വോട്ടിന്റെ ഡിഫറൻസ്? 0.25% മാത്രമാണ്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം 12.5% വോട്ട് ഡിഫറൻസ് വന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത് രാജു, എന്റെ രണ്ട് ചോദ്യങ്ങൾ അവിടെ കിടക്കുകയാണ്. അല്ലല്ല, ഒന്ന്, അങ്ങനെയെങ്കിൽ ഇവരുടെ അഭിമാന പോരാട്ടമായി ഇവർ കാണുന്ന ജമ്മു കാശ്മീരിൽ മറ്റൊരു സാഹചര്യം, അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം അവർ സൃഷ്ടിക്കുന്നത് എന്തിന്? ഇനി രണ്ടാമതായി, അങ്ങീ പറഞ്ഞ 2024 കൃത്രിമവും നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അംഗീകരിച്ചാലും അതിലെ രാഷ്ട്രീയ സന്ദേശമുണ്ടല്ലോ ആ ജനവിധിയുടെ, അത് ഉത്തരോത്തരം ഉന്നയിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഹരിയാനയിൽ പോയി റാലി നടത്തുന്നത്, ജമ്മു കാശ്മീരിൽ പോയി റാലി നടത്തുന്നത്. അതാ 2024 ജനവിധിയുടെ സന്ദേശം ഉൾക്കൊണ്ടല്ലേ? എന്ന പോലെ ഹരിയാനയിലെ ജനവിധിക്കും ഒരു സന്ദേശമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ ഉയരുകയുണ്ടായി, ജയന്തടക്കം ചോദിക്കുകയുണ്ടായി. അതിനോട് അങ്ങയുടെ മറുപടി 99% ഒതുങ്ങരുത് ബാറ്ററി കഥയിൽ. വേണു 99% കഥയിൽ മാത്രമല്ല, വേണു ഉന്നയിക്കുന്ന പ്രശ്നം കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല, തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല, കർണാടകയിൽ എന്തുകൊണ്ട് നടന്നില്ല, തെലങ്കാനയിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? കാരണം ഈ കേന്ദ്ര ഗവൺമെന്റിനും RSSനും പൂർണ്ണമായി കീഴ്പ്പെട്ട സംവിധാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനത്ത് ഇവർക്ക് നടക്കുന്നില്ല. അതേസമയം പൂർണ്ണമായിട്ട് സംഘപരിവാറിന്റെ ഏജന്റുമാരെ തിരികെ കയറ്റിയ സംവിധാനത്തിൽ ഇത് നടക്കുന്നു. അതല്ല അതിന് ഏറ്റവും വലിയ തെളിവ്. ഒരു സെക്കൻഡ് ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങാണ് മറുപടി പറയേണ്ടത്. രാജു, ഒരു സെക്കൻഡ്. ശ്രീ ഗോപാലകൃഷ്ണൻ, മെഷീനുകൾ അല്ലെ കേരളത്തിൽ കൗണ്ടിംഗ് നടത്തിയ EV മെഷീനുകൾ കേരളത്തിലെ ഏതെങ്കിലും കൗണ്ടിംഗ് സെന്ററിലേക്ക് വരുമോ? വേണമെന്ന് പറ. ഏതെങ്കിലും കേരളത്തിലെ കൗണ്ടിംഗ് സെന്ററിൽ. ശ്രീ രാജു അദ്ദേഹം സംസാരിക്കട്ടെ. ശ്രീ ഗോപാലകൃഷ്ണൻ വേഗം, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ശ്രീ രാജു ഒന്ന് സഹകരിക്കണം. ശ്രീ ഗോപാലകൃഷ്ണൻ, മെഷീനുകളുമായി ട്രക്ക് കണ്ടിട്ടുണ്ടോ? അല്ല, എനിക്ക് മിസ്റ്റർ നായരോട് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് ഏറ്റവും പ്രസ്റ്റേജ് ജമ്മു കാശ്മീരിനേക്കാൾ പ്രസ്റ്റേജ് ആയിരുന്നു അയോധ്യയിൽ ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ടാണ്. അയോധ്യയിൽ സ്വാധീനമില്ലാത്തത് കൊണ്ടാണോ ഞങ്ങൾ പരാജയപ്പെട്ടത്? ഇനി നിങ്ങൾ പറഞ്ഞു കേരളത്തിലേക്ക് വരാൻ. കേരളത്തിൽ തൃശ്ശൂരിൽ ഞങ്ങൾ ജയിച്ചത് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടാണ്. നിങ്ങൾ പറയും പൂരത്തിൽ അട്ടിമറിച്ചതാണെന്ന്. പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാർ കൊണ്ടുവന്ന ഉപസമിതി ഉണ്ടല്ലോ, ആ ഉപസമിതിയുടെ രാജുവിന്റെ ചോദ്യം എന്തായിരുന്നു?
ഉപസമിതിയുടെ റിപ്പോർട്ട് എന്താ? ആ റിപ്പോർട്ട് അനുസരിച്ച് പൂരമല്ല. എത്ര വോട്ടാണ് കേരളത്തിൽ അധികം വോട്ട് എണ്ണിയത്? കൗണ്ട് പോൾ ചെയ്തതിനേക്കാൾ എത്ര വോട്ട് അധികം കൗണ്ട് ചെയ്തു? പറയൂ. നിങ്ങൾ ഒരു മിനിറ്റ് ഞാനൊന്ന് തീർത്തോട്ടെ, എന്നിട്ട് നിങ്ങൾ ചോദിച്ചോളൂ. കൗണ്ടിങ്ങിൽ അധികം ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ചോദിക്കാൻ ഇതിനിവിടെ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വാസ്തവത്തിൽ വേണു വെറും ബാലിശമായിട്ടുള്ള വൈകുന്നേരത്തിലെ നമ്മുടെ ഈ ചർച്ചയിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണ്ടേ? വാസ്തവത്തിൽ ഞാനൊരു കാര്യം പറയാം. കോൺഗ്രസിൻ്റെ BJP പോലെ തന്നെ ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. മിസ്റ്റർ നായർ, ആ ദേശീയ പാർട്ടിയായ കോൺഗ്രസ് പതനം വരുമ്പോൾ പഠിക്കാൻ തീരുമാനിക്കണം. ഇപ്പം നിങ്ങൾ കാശ്മീർ വരെ നടന്നു, നിങ്ങളുടെ ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു മൂവ്മെൻ്റാണത്. അത് കുറേ മെച്ചം നിങ്ങൾക്ക് ഉണ്ടാക്കി. ഞങ്ങൾ കഴിഞ്ഞ 2024 ഞങ്ങളുടെ ലോക്സഭാ ഒരു ചെറിയ ചോദ്യത്തിന് വഴങ്ങുമോ? 3 സെക്കൻഡ് ചോദ്യത്തിന്. ശരി ശ്രീ രാജു ചോദിക്കൂ, വേഗം. ഒരു സെക്കൻഡ് ശ്രീ ഗോപാലകൃഷ്ണൻ. ശ്രീ രാജു ഞാൻ ഒന്ന് ശരി, 3 സെക്കൻഡ് ചോദ്യം. 2ാം ഘട്ടത്തിൽ ഇന്ത്യയിൽ എത്ര വോട്ട് പോൾ ചെയ്തു? അങ്ങൊന്ന് അതൊന്ന് മറുപടി പറയുമോ ശ്രീ ഗോപാലകൃഷ്ണൻ? ഇന്ന് രാവിലെ 10 മണി തൊട്ട് 11 മണി വരെയുള്ള കാലഘട്ടത്തിൽ 2ാം ഘട്ടത്തിൻ്റെ ചോദ്യം ഉന്നയിക്കായിരുന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസം നിങ്ങൾക്ക് 2ാം ഘട്ടത്തിലെ ചോദ്യം ഉന്നയിക്കായിരുന്നില്ലേ? ഇതേ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറഞ്ഞത് ഞങ്ങൾ ഹരിയാന പിടിച്ചെടുക്കുന്നല്ലേ? ഞാൻ ചോദിക്കുക, നിങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ടത്തിൽ ഈ രാജ്യത്ത് എത്ര വോട്ടുകൾ പോൾ ചെയ്തു? ഇതാണ് ചോദ്യം. ഇന്നത്തെ ഹരിയാന ഇലക്ഷൻ അല്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് 2ാം ഘട്ടത്തിൽ എത്ര വോട്ടുകൾ പോൾ ചെയ്തു? അങ്ങൊന്ന് പറഞ്ഞാൽ മതി. സുഹൃത്തെ, താങ്കളൊന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കും, ബാക്കി ആൾക്കാർ സംസാരിക്കണ്ടേ? നിങ്ങളെന്തോന്ന് എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? 2024 എത്ര പോളിംഗ് 2ാം ഘട്ടം നടന്നു നിങ്ങൾ അന്വേഷിക്കുന്നത്? ഞങ്ങൾക്കത് അന്വേഷിക്കേണ്ട ബാധ്യതയില്ല, ഞങ്ങൾക്കത് പറയേണ്ട ബാധ്യതയില്ല. അത് പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ചോദിക്കാൻ സ്ഥലമില്ലേ? പോയി ചോദിക്കേ. ശരി. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ അങ്ങയുടെ അവസരം നഷ്ടപ്പെടുത്തുകയല്ല, ഞാൻ അങ്ങയിലേക്ക് വരാം. വളരെ സാങ്കേതികമായ കണക്കുകളിലേക്ക് മാത്രമായി വോട്ടിംഗ് മെഷീനുകളിലേക്ക് മാത്രമായാണ് രാജു പി നായരെ ഈ ആദ്യ തരമണിക്കൂറിലെ ചർച്ച അങ്ങ് കേന്ദ്രീകരിപ്പിച്ചത്. അങ്ങ് തുറസായൊരു രാഷ്ട്രീയ മനസ്സോടുകൂടി മറ്റു ചോദ്യങ്ങൾ കൂടി അടുത്ത ഘട്ടത്തിൽ മറുപടി പറയണം. നമുക്ക് ഈ 99% അങ്ങ് പറഞ്ഞതെല്ലാം അംഗീകരിച്ചു. നമുക്കത് വിട്ടുകൊണ്ട് മറ്റ് രാഷ്ട്രീയ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനോട് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസിന് എന്ത് പറ്റിയെന്ന് എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ ജയന്ത് ജേക്കബ്, ഈ ഹരിയാനയിലെ ഏറ്റവും അത്ഭുതകരമായ മാറ്റമുണ്ടായത് 2014 അന്ന് ഈ അതുവരെ 4 സീറ്റ് മാത്രമുണ്ടായിരുന്ന 2009 4 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP ഒരു ഒറ്റയടിക്ക് 47 സീറ്റിലേക്ക് എത്തുകയാണ് അല്ലേ? 2014 അത്ഭുതകരമായ ഒരു നേട്ടമാണ് ഉണ്ടാക്കുന്നത്. മോദി എന്ന് പറഞ്ഞ ആ ഫാക്ടറിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണെന്ന് പിന്നീട് അത് തെളിയിക്കപ്പെടുകയുണ്ടായി. പക്ഷേ അതിനുശേഷം പിന്നെ മോദി കത്തി നിന്ന് മോദിക്ക് ഭരണ തുടർച്ച വരുന്ന 2019 ആ നേട്ടം ഉണ്ടാകുന്നില്ല. ഒരു കൂട്ടുകക്ഷി സർക്കാരിലേക്ക് പോകേണ്ടി വരുന്നു. 2024 മോദി എത്തുന്നതിന് മുൻപ്, ജനവിധി തേടുന്നതിന് മുൻപ് മോദി ഫാക്ടറിൻ്റെ വലിയ പ്രത്യേകതയായിട്ടുള്ള കൂടുതൽ ആളുകളെ അടുപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ. ഓരോരുത്തരായിട്ട് വിട്ടുപോകുന്നു. അതും മോദിയുടെ ഭരണ നടപടിയുടെ ഭാഗമായി JJP ഒക്കെ പോകേണ്ട സാഹചര്യം ഹരിയാനയിൽ വരുന്നു. മോദിയാണ് അവിടെ ഭീഷണിയാകുന്നത് എന്ന അവസ്ഥ വരുന്നു. പിന്നെ 2024 മോദി ഈ പറയുന്ന കൂട്ടുകക്ഷി സമ്മർദ്ദത്തിന് ആദ്യമായി വിധേയനാകുന്നൊരു പ്രധാനമന്ത്രിയായി മാറുന്നു. ഗുജറാത്ത് മുതൽ ഇന്ന് വരെ ഇല്ലാത്ത സമ്മർദ്ദം ആദ്യമായി അനുഭവിക്കുന്ന പ്രധാനമന്ത്രി. അപ്പോൾ ഇതൊക്കെ ചേർന്ന് മോദിയെ തന്നെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് വെറും 4 റാലികളിലേക്ക് മാത്രമായി ചുരുക്കിക്കൊണ്ട് ഒരുപാട് തന്ത്രപരമായ നീക്കങ്ങൾ BJP നടത്തുന്നു. ആ തന്ത്രപരമായ നീക്കങ്ങളുടെ ഫലമായിട്ട് ഡെമോഗ്രാഫിക്കായി തന്നെ നോക്കുകയാണെങ്കിൽ ഈ ജനവിധിയുടെ സ്വഭാവം മേഖല തിരിച്ചു നോക്കുകയാണ് എങ്കിൽ തന്നെ വ്യക്തമാകും ആ തന്ത്രങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചോ, എവിടെയൊക്കെ വീഴ്ച പറ്റി തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊന്നും കാണാതെ ഹരിയാനയെ നോക്കി ഈ പറയുന്ന വോട്ടിംഗ് മെഷീനിലെ കൃത്രിമം എന്നതിലേക്ക് ചുരുക്കാനാണോ കോൺഗ്രസ് ആലോചിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഹരിയാനയിൽ നിന്നും പാഠം പഠിക്കുന്നില്ല. ജമ്മുവിൽ അവർക്കുള്ള മറുപടി എന്താണ്? അല്ല, അതൊരു ചോദ്യം വേണോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഉയർത്തുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അതിന് ഇവിടെ കോടതികളുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്, അത് അതിന്റെ രീതിയിൽ പോകും. പക്ഷെ നമ്മൾ ഇലക്ഷൻ ഇപ്പോൾ നേരത്തെ വേണു പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായിട്ട് ഈ ഇലക്ഷനെ നോക്കിക്കാണേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. ഇത് ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ BJP എങ്ങനെയാണ് ചെറിയ പാർട്ടികൾ അവിടെ വോട്ട് കൊണ്ടുപോയെന്ന് മാത്രം നോക്കിയാൽ മതി. ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റും കിട്ടിയിട്ടില്ല.
ആം ആദ്മി പാർട്ടി പക്ഷേ 1.76% വോട്ട് ഹരിയാനയിൽ പിടിച്ചു. BSP സീറ്റ് കിട്ടിയിട്ടില്ല, JJPക്ക് സീറ്റില്ല. ഇങ്ങനെയുള്ള INLDയുടെ സീറ്റ് വളരെ കുറഞ്ഞു. എന്നാൽ ഇതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ 7 മുതൽ 8% വരെ വോട്ട് ഈ പാർട്ടികൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ വിമത സ്ഥാനാർത്ഥികൾ വന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ഫൈനൽ മൊമെന്റുകളിലുള്ള കുറെ ഇലക്ഷൻ മാനേജ്മെന്റുകളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഹൂഡായുടെ നേതൃത്വത്തിൽ തിരിച്ച് അദ്ദേഹത്തിന് ഒരു മുൻകൈയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആന്റി ഇൻകംബൻസി ഉണ്ട്, ഫാർമർ പ്രൊട്ടസ്റ്റ് വന്നു, ഗുസ്തിക്കാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ വന്നു, അഗ്നിവീറിന്റെ ഒരുപാട് ഇന്ത്യൻ ആർമിയിലേക്ക് പോകുന്ന പട്ടാളക്കാർ ഹരിയാനയിൽ നിന്ന് പോകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ തന്നെ സ്വാഭാവികമായും കുറെ ഘടകങ്ങളിലൂടെ ഡിഫോൾട്ട് ഓപ്ഷൻ എന്ന നിലയിൽ പാർട്ടി അധികാരത്തിൽ വന്ന ഒരു ധാരണ എവിടെയോ കോൺഗ്രസിനുണ്ടായി. അതാണ് കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നാഷണൽ കോൺഫറൻസിനെ ഏറ്റവും കൂടുതൽ ഡിസ്ക്രെഡിറ്റ് ചെയ്ത ഒരു പാർട്ടിയായിരുന്നു BJP. ജയന്ത്, ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തായിരുന്നു, അങ്ങേക്ക് അത് വേഗം പൂർത്തിയാക്കാം. ജയന്ത്. അല്ല, ഞാൻ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇപ്പോഴും ഒരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസിന് ഇപ്പോഴും വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട്, കോൺഗ്രസിന് പ്രവർത്തകരുണ്ട്, പലയിടത്തും സംഘടനാ ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ഷൻ മാനേജ്മെന്റിൽ കോൺഗ്രസിന് വീഴ്ചകളുണ്ട്. അതുപോലെ തന്നെ BJP മത്സരം നടക്കുന്നിടത്ത് ഡയറക്റ്റ് ഫൈറ്റിൽ കോൺഗ്രസ് പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിനുള്ള ഘടകം എന്ന് പറയുന്നത്. അല്ലാതെ അത് പരിഹരിക്കുന്നതിന് പകരം മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഫോക്കസോ ഒക്കെ പോയി കഴിഞ്ഞാൽ BJP ഒരു കാലത്തും തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷെ അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ 2 റൗണ്ട് ട്രെയിൽ ചെയ്തു. നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ ജി പറഞ്ഞതുപോലെ തന്നെ ഫൈസലാബാദിൽ, അയോധ്യയിൽ തോറ്റു. ഇതെല്ലാം ഈ രാജ്യത്ത് നടന്നല്ലോ. അന്നേരം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്ന് മാത്രമല്ല, ഫൈസലാബാദിലൊക്കെ വെറുതെ ജയിക്കുകയല്ലോ SP. അവിടെ ഏത് രൂപത്തിലാണോ ആ മണ്ഡലത്തിന്റെ പ്രത്യേകത അതിനനുസരിച്ച് അതിന് കീഴ്പ്പെടുന്ന സമീപനമല്ല. SP ഒരു പരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആ പരീക്ഷണത്തെ ജനങ്ങൾ അങ്ങനെ തന്നെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല. ശ്രീ രാജു പി നായർ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ രാജു, ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനകത്ത് കോൺഗ്രസിന് വീഴ്ച പറ്റുന്നു എന്നത് നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കണം. ഇനി ഹരിയാനയിൽ നിന്ന് പഠിക്കാൻ വിമുഖതയുണ്ടെങ്കിൽ കശ്മീരിൽ നിന്ന് പഠിക്കണം. കാരണം ഒമർ അബ്ദുള്ള കൃത്യമായി പറയുകയുണ്ടായി, ജമ്മുവിൽ നിങ്ങൾ കേന്ദ്രീകരിക്കൂ, കശ്മീരിലല്ല നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, അല്ലേ? ഇനി അതുപോലെ തന്നെ ഈ നാഷണൽ കോൺഫറൻസിന്റെ വോട്ടുകൾ കൃത്യമായി ഇങ്ങോട്ടേക്ക് വീഴുന്നില്ല എന്ന് നിങ്ങളുടെ അവിടുത്തെ PCC അധ്യക്ഷൻ തന്നെ പറയുകയുണ്ടായി പരസ്യമായി മാധ്യമങ്ങളോട്. അപ്പോൾ ആ രൂപത്തിലുള്ള ഐക്യം വരേണ്ടതുണ്ട്. ഇത് മുമ്പ് SP യുമായുള്ള സഖ്യത്തിൽ UP യിൽ മുമ്പ് കേട്ടതാണ്. നിങ്ങൾ അങ്ങോട്ടേക്ക് വോട്ട് കൊടുത്തു, പക്ഷേ ഇങ്ങോട്ടേക്ക് വോട്ട് കിട്ടിയില്ല എന്ന്. പക്ഷേ അടുത്ത ഘട്ടം വന്നപ്പോഴേക്കും ആ ബന്ധം ശക്തമാകുന്നു, ദൃഢമാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിസന്ധി നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ പറയുന്ന പരസ്പര വിശ്വാസം, പരസ്പരം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ തന്ത്രപരമായി നേരിടണം എന്നതിലെ വിഭജനം, അതിൽ തന്ത്രപരമായി ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിക്കണം എന്ന് വിശാല മനസ്സോടെ ഉൾക്കൊള്ളൽ, ഇതൊക്കെയുണ്ട് പാഠങ്ങളായി. ഈ ഹരിയാനയുടെ കാര്യത്തിലും അതുണ്ട്. ഈ ഹൂഡയിലേക്ക് മാത്രമായി എല്ലാം വിശ്വസിച്ചങ്ങ് ഏൽപ്പിക്കുന്നു. 28 ജാട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. സ്വാഭാവികമായും പ്രതീക്ഷിക്കണ്ടേ മറുപക്ഷത്തൊരു എതിർ ധ്രുവീകരണം ഉണ്ടാകുമെന്ന്? വേണു, ഹരിയാന തെരഞ്ഞെടുപ്പ് അങ്ങ് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യം ചോദിച്ചു. ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. രാഷ്ട്രീയമായി ചോദിച്ചു. രാഷ്ട്രീയമായി അവിടെ ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. നേരത്തെ സൂചിപ്പിച്ച പോലെ കർഷക സമരത്തിന്റെ ഏറ്റവും പ്രഭവ കേന്ദ്രവും ഏറ്റവും ഒരു വലിയ ഡൽഹിയിലേക്കുള്ള ആ സമരം വ്യാപിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരു സംസ്ഥാനമാണ് ഹരിയാന. അതുകൂടാതെ ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ, ബീഹാർ പോലെ തന്നെ അഗ്നിവീറുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസംതൃപ്തി നിലനിൽക്കുന്നത് ഹരിയാനയിലാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുഴുവൻ ഉയർത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ 5 സീറ്റ് കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, അവിടെ ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയമായിട്ടുള്ള നടന്നിട്ടുള്ള പ്രചരണങ്ങളും ആ രാഷ്ട്രീയ പ്രചരണങ്ങൾ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് അങ്ങയുടെ ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ ആ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസ് ഏറ്റവും നന്നായിട്ട് ജയിക്കാൻ പോകുന്നു, 20 സീറ്റിലേക്ക് BJP ചുരുങ്ങാൻ പോകുന്നു എന്നുള്ളതായിരുന്നല്ലോ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ. എക്സിറ്റ് പോളുകൾ ഞാൻ കണക്കാക്കുന്നില്ല. ദേശീയ മാധ്യമങ്ങൾ പ്രിന്റ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് എന്താ?
ഈ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വികാരം അവിടെ ജയിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ച് ആരോപണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ രാഷ്ട്രീയമായി അവിടെ വളരെ വലിയ രീതിയിൽ ക്യാമ്പയിനിങ് നടത്തിയെന്നുള്ളതും അത് ഗുണം ചെയ്തിട്ടുള്ളതും അത് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാക്കി എന്നുള്ളതും ശരിയാണ്. ആ തരംഗത്തെ ഇവർ മറികടന്നത് ഈ പറയുന്ന കൃത്രിമത്വത്തിലൂടെയാണ് എന്നുള്ളതാണ്. പിന്നെ അങ്ങ് ജമ്മു കാശ്മീരിലെ പാർട്ടികളെ അണിനിരത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടല്ലേ? പറഞ്ഞോളൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 26 പാർട്ടികളെ ഒരു നൂലിൽ കൊരുത്ത പോലെ ഒരു അപശബ്ദവും ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടല്ലേ? അതിന്റെ വിജയമാണല്ലോ 2024 കണ്ടത്. അങ്ങനെയെങ്കിൽ ഈ പരാജയത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ല, ഒരു സെക്കൻഡ്. ഹരിയാനയിൽ BJP പരീക്ഷിച്ച് വിജയിക്കുകയും എന്നാൽ ജമ്മു കാശ്മീരിൽ BJP അതേപോലെ തന്നെ പരീക്ഷിച്ചിട്ട് പരാജയം നുണയുകയും ചെയ്ത ഒരു പരീക്ഷണം കൂടിയാണത്. ഈ ഇന്ത്യ ബ്ലോക്കിന് നിങ്ങൾ ഈ പറഞ്ഞില്ലേ, എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈ BJP വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കുക എന്നത്. അതേ തന്ത്രമാണ് അവർ ഹരിയാനയിൽ നോക്കിയത്. ഇപ്പൊ ജാട്ടിലേക്ക് മാത്രമായി നിങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ എങ്ങനെയാണ് ജാട്ടിതര വിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക? OBC ദളിത് വിഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക? 35-1 എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുക, ഒരു OBCയുടെ മുഖ്യമന്ത്രി തന്നെ പെട്ടെന്ന് കൊണ്ടുവരിക, ക്രീമി ലെയർ 6-ൽ നിന്ന് 8 എന്നുള്ള പരിധിയിലേക്ക് മാറ്റുക, അല്ലേ? ഈ പറയുന്ന ദളിത് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് വനിതാ സ്വയം സഹായ സംഘങ്ങളിലേക്ക് RSSകാർ തന്നെ ഇറങ്ങിക്കൊണ്ട് വീടാന്തരം കയറി പ്രവർത്തിക്കുക, MLA-മാരുടെ 17ഓളം സിറ്റിംഗ് MLA-മാരെ മാറ്റുക. നിങ്ങളെന്താ ചെയ്തത്? മുഴുവൻ സിറ്റിംഗ് MLA-മാരെ നിലനിർത്തി. ഇങ്ങനെയുള്ള തന്ത്രപരമായ പിഴവുകളാണ് വരുന്നത്. പിന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് കിട്ടേണ്ട ദളിത് OBC വോട്ടുകൾ തന്നെ ഭിന്നിക്കുന്ന സാഹചര്യം വരുന്നു. ഈ INLD-യും ഈ പറയുന്ന ചന്ദ്രശേഖർ ആസാദും BSP-യും JJP-യും എല്ലാം ചേരുമ്പോൾ. എന്നാൽ ഇതേ കാര്യങ്ങൾ താഴ്വരയിൽ BJP പരീക്ഷിച്ചു. പക്ഷെ നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ ആ ജനം അവിടെ അതിന് തക്കതായ മറുപടി നൽകുകയും ചെയ്തു. അതെന്തുകൊണ്ട്? നാഷണൽ കോൺഫറൻസ് അത്ര ശക്തമായി നിന്നു. അങ്ങേക്കറിയാമല്ലോ, PDP-യിലെ 10 ക്യാബിനറ്റ് മന്ത്രിമാരിൽ 7 പേരും വേറെ ആളുകളുടെ കൂടെ വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി. NCP-യും ഇതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസും ഇതുപോലെ തന്നെ 10 വർഷം അധികാരത്തിൽ നിന്ന് മാറുന്ന പാർട്ടിയാണ്. ഒരാളും എതിർചേരിയിലേക്ക് പോയില്ല. അത്ര സുഘടിതമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി അത് നിന്നു. അപ്പോൾ അവരിലേക്ക് വിശ്വാസ്യത അത് വർദ്ധിച്ചു. അതിൻ്റെ ഭാഗമായി BJP-യുടെ തന്ത്രങ്ങളിലേക്ക് ആരും വീണില്ല. ഈ സ്വതന്ത്രരെ ഇറക്കി, ഈ ജമാഅത്തിനെ ഇറക്കി, ഈ പറയുന്ന എഞ്ചിനീയറെ ഇറക്കി, ഈ അപ്ന പാർട്ടിയെ ഇറക്കുന്നു, പീപ്പിൾസ് കോൺഫറൻസ്. എന്നിട്ടും ചിഹ്ന ഭിന്നമായി പോയില്ലല്ലോ രാജു. അല്ല, BJP അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കരാണെന്ന് നമുക്കറിയില്ലേ? ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താ? അസദുദ്ദീൻ ഒവൈസിയുമായിട്ട് ചർച്ച നടത്തുന്ന എന്റെ ചോദ്യത്തിനുള്ള മറുപടി അതല്ല. ഹരിയാനയിൽ ഹരിയാനയിൽ നിങ്ങളുടെ തന്ത്രം പാളി. കശ്മീരിലെ വിജയം എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസിന്റെ തന്ത്രം പാളാത്തതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞതിന്റെ മേനി നടിക്കുമ്പോ. വേണു ഞാൻ പറയട്ടെ, ഇന്നലെ രാത്രി വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ 7 മണി വരെ വേണുവിന് ഹരിയാനയിൽ തന്ത്രം പാളിയെന്ന് അഭിപ്രായമില്ലായിരുന്നല്ലോ. ഈ രാജ്യത്തെ ഒരു മാധ്യമത്തിനും അഭിപ്രായമില്ലായിരുന്നല്ലോ. ഈ രാജ്യത്തെ പ്രിന്റ് മീഡിയ ഉൾപ്പെടെ ഒരു മാധ്യമത്തിനും കോൺഗ്രസിന്റെ തന്ത്രം ഹരിയാനയിൽ പാളിയെന്ന് അഭിപ്രായമില്ലായിരുന്നല്ലോ. പകരം കോൺഗ്രസ് ഏറ്റവും നല്ല രീതിയിൽ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നു. കോൺഗ്രസ് 3-2 ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ പോകുന്നല്ലേ നിങ്ങളെല്ലാം അഭിപ്രായപ്പെട്ടത്? ആ ജനവിധി എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിനാണ് മറുപടി ഇല്ലാതെ നിൽക്കുന്നത്. ഒറ്റ സെക്കൻഡ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയും അങ്ങ് വഴങ്ങാതിരിക്കുകയും ചെയ്യുന്ന എന്റെ ചോദ്യത്തിന് മറുപടി. ജമ്മു കാശ്മീരിൽ എന്തേ ഈ 99% ബാറ്ററി കേടായി പോയോ? വേണു അതാണല്ലോ ഞാൻ അതിനു മുമ്പ് പറഞ്ഞല്ലോ. അവർക്ക് കൺഡ്യൂസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി. ഒരു ട്രക്ക് ലോഡ് കേരളത്തിലെ ഏതെങ്കിലും കൗണ്ടിംഗ് സെന്ററിലേക്ക് വരുമോ? ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അതെങ്ങനെ വിചിത്രമായി മാറുന്നത്? അല്ലല്ല, ഇന്ത്യൻ വോട്ടർമാരെ ഇങ്ങനെ പരിഹസിക്കരുത്. നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ ഇങ്ങനെ പരിഹസിക്കരുത്. ഇന്ത്യൻ വോട്ടർമാരെ പരിഹസിക്കരുത്. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ പരിഹസിക്കരുത്. അല്ലല്ല, ഈ കേരളമൊന്നുമല്ല ഇത്ര ശക്തമായി ഇപ്പോ ഈ മോദിക്ക് തിരിച്ചടി നൽകിയ സംസ്ഥാനം. രാജുവേ, കേരളം മാത്രമൊന്നുമല്ല. അല്ലല്ല, ഈ ഒരു തട്ടിപ്പ് നടക്കാത്തത് കൊണ്ട് കേരളം മാത്രമൊന്നുമല്ല. കേന്ദ്രത്തിൽ BJP-യെ മുട്ടിടിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇപ്പൊ എത്തിച്ചത്, 240-ലേക്ക് എത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ
വേണു, അങ്ങനെയാണെങ്കിൽ അങ്ങ് 2024 തെരഞ്ഞെടുപ്പിൽ വോട്ടർ കൗണ്ട് 5 കോടി പോൾ ചെയ്യാത്ത വോട്ടുകൾ കൂടുതൽ എണ്ണിയതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ രണ്ടാമത്തെ ഫേസിലെ എണ്ണം വരാത്തതിനെ സംബന്ധിച്ചും എല്ലാം അങ്ങ് പറഞ്ഞ റെഫറൻസിന് മാപ്പ് പറയണം. രണ്ടും കൂടി പറ്റില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വാദഗതികളെ ഞാൻ പറയുകയായിരുന്നു. അതാരാണ് ഏറ്റവും കൃത്യമായ കണക്കുകളോടെ ചൂണ്ടിക്കാട്ടിയത് എന്നും ഇത് കോടതിയിലേക്ക് വരെ എത്തിയ ഒരു കാര്യമാണ് എന്നതും ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പിനകത്തുള്ള ഏറ്റവും ബലവത്തായ വാദഗതിയായി അത് അവതരിപ്പിക്കാമെന്നല്ല. ഒരു സ്ഥലത്ത് നമ്മൾ യോജിക്കുന്നുണ്ട് രാജു, പക്ഷെ മറു സ്ഥലത്ത് നമ്മൾ വിയോജിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അല്ലല്ല, നമ്മൾ തമ്മിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തേണ്ട ചർച്ച. ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ രാജു ഒന്ന് സഹകരിക്കും. ശ്രീ ഗോപാലകൃഷ്ണൻ മറുപടി. ഇപ്പോ രാജുവിന്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അങ്ങ് പറയുന്നില്ല? ശരി ശരി ശ്രീ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഒരു പുതിയ വാദം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്തരം തട്ടിപ്പടക്കില്ല, കണ്ടൂസീവായിട്ടുള്ള സ്ഥലങ്ങളിൽ തട്ടിപ്പടക്കും. അങ്ങനെ കണ്ടൂസീവായ ഒരു സ്ഥലമല്ല ഇപ്പോൾ കശ്മീരും രാജുവിന്റെ നോട്ടത്തിൽ. എന്നാൽ ഹരിയാന അങ്ങനെയാണ്. ഭൂപീന്ദർ ഹൂഡയോട് പറയൂ, 10 കൊല്ലം ഭരിച്ചതല്ലേ ഭൂപീന്ദർ ഹൂഡ, എന്തുകൊണ്ട് കണ്ടൂസീവ് സ്റ്റേറ്റ് ആക്കി BJP മാറ്റി എന്നുള്ളൊരു കൂടെ മറുപടി രാജു ഒന്ന് ഹൂഡയോട് ചോദിക്കൂ. ശ്രീ ഗോപാലകൃഷ്ണൻ മറുപടി. അല്ലല്ല വേണു, അത് ഇറസ്പോൺസിബിൾ, നിരുത്തരവാദപരമാണ്. അത് ശരി 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 ശ്രീ രാജു, ശരി മറ്റുള്ളവരും കൂടി സംസാരിക്കട്ടെ. ശരി ശ്രീ ഗോപാലകൃഷ്ണൻ, ശരി ചർച്ചയിൽ നിങ്ങൾ ന്യായീകരിക്കാൻ പറയുകയാണെങ്കിൽ അത് നിരുത്തരവാദിത്വമാണ്. ശരി രാജു, ശരി രാജു, ശ്രീ ഗോപാലകൃഷ്ണൻ ചെയ്യാനാണ് കുഴപ്പം എന്നാണ് അങ്ങ് പറയുന്നെങ്കിൽ നേരെ പോവാം. അങ്ങനെയാണെങ്കിൽ നേരെ പോവാം. 1950 കോൺഗ്രസ് മാത്രം ഭരിച്ചാൽ മതി എന്നങ്ങ് തീരുമാനിച്ചാൽ മതിയായിരുന്നു. ശരി രാജു, 1950 അങ്ങ് തീരുമാനിച്ചാൽ മതി. കോൺഗ്രസ് മാത്രം ഒരു ശരി ശരി കോൺഗ്രസിന് എന്ത് പറ്റിയെന്ന് എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ B ഗോപാലകൃഷ്ണൻ, ഇവിടെ രാജു P നായർ ഉന്നയിച്ച പുതിയ വാദങ്ങൾക്കുള്ള മറുപടി അങ്ങയുടെ. എന്താണ് അദ്ദേഹത്തിൻ്റെ വാദം എന്ന് തന്നെ ഞാൻ കേട്ടിട്ടില്ല. കാരണം വളരെ ബാലിശമായ വാദങ്ങൾ. ഈ ചർച്ച തുടങ്ങിയ അപ്പം മുതൽ അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വാദം വോട്ടിംഗ് മെഷീനും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ അദ്ദേഹം ആകെ പറഞ്ഞത് ഇതൊന്നും കേരളത്തിൽ നടക്കില്ല, ഇതൊന്നും തമിഴ്നാട്ടിൽ നടക്കില്ല. ഇത് കർണാടകത്തിൽ നടക്കുമോ? കർണാടകത്തിൽ BJP ജയിച്ചല്ലോ. നിങ്ങളിപ്പോൾ കോൺഗ്രസ് തിരിച്ച് ജയിച്ചില്ലേ കർണാടകത്തിൽ? അപ്പം വെറുതെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ, വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമയമെനക്കെടുത്തുകയാണ്. ഒന്നാമത് തന്നെ അദ്ദേഹം ബാക്കി ആളുകൾ സംസാരിക്കുന്ന സമയം കൂടി കവർന്നെടുക്കുകയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഈ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് വേണു, അരിയും തിന്ന് പിന്നെ ആരെയൊക്കെ കടിച്ച് എന്നിട്ടും നായയുടെ മുറുമുറുപ്പ് മാറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ സമീപനം അതാണ്. കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണു ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ആളുകൾ ഈ രാജു P നായരൊക്കെ വാസ്തവത്തിൽ ആ സ്റ്റേറ്റ്മെൻറ്റാണ് മനസ്സിലാക്കേണ്ടത്. അമിത ആത്മവിശ്വാസവും അഹങ്കാരവും പരാജയം ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 7 സീറ്റ് ചോദിച്ചു. മാത്രമല്ല ഓരോ സീറ്റും വിജയിക്കുക എന്നത് എത്രമാത്രം കഠിനമാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഇപ്പോൾ കശ്മീരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു അക്കൗണ്ട് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരിയാനയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഗുണകരമാവുകയും ചെയ്തു. അങ്ങ് തുടർന്നോളൂ. അല്ല അപ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെയല്ലേ ഇവർ കണ്ടെത്തേണ്ടത്. അല്ലാതെ ഈ ചാനൽ ചർച്ച വന്നിരുന്നിട്ട് വോട്ടിംഗ് മെഷീൻ ഇതൊക്കെ പരമപുച്ഛത്തോട് കൂടിയിട്ട് തള്ളേണ്ടതാണ്. താങ്കളാണ് വീണ്ടും വീണ്ടും ഇത് ചർച്ച ചെയ്യിപ്പിക്കണം. പരമപുച്ഛത്തോട് തള്ളണം. രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവരണം. ഇവർക്ക് ഏറ്റവും അനുകൂലമായ, കോൺഗ്രസ്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന. കാരണം അവിടെ കിസാൻ്റെ പ്രശ്നം എന്നിവർ പറഞ്ഞു, ഇവിടെ സ്പോർട്സിൻ്റെ പ്രശ്നം ഇവർ പറഞ്ഞു, അവിടെ സൈനികൻ്റെ പ്രശ്നം അവർ പറഞ്ഞു. അപ്പം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, വേണേൽ അന്വേഷിച്ചോളൂ. 64 ക്രോപ്സിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MSP കൊടുക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിലാണ്. ഒന്നാമത്തെ കാര്യം. അല്ല, ഒറ്റ സെക്കൻഡ്, അതിനൊരു ഉപചോദ്യം ചോദിച്ചോട്ടെ. ഹരിയാനയ്ക്ക് കഴിയുന്നുവെങ്കിൽ, വിഷയം വന്നു. ഒരു സെക്കൻഡ് ശ്രീ ഗോപാലകൃഷ്ണൻ, ഹരിയാനയ്ക്ക് കഴിയുന്നെങ്കിൽ പിന്നെ മോദിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഞാനത് പറയാമെന്നേ, ഒന്ന് തീർത്തിട്ട് പറഞ്ഞാൽ പോരെ? ഞാൻ ഒന്ന് തീർത്ത് പറയാം, അല്ലാണ്ട് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകണ്ടല്ലോ. രണ്ടാമത്തത്, ഇവർ കൊണ്ടുവന്ന ആരോപണമായിരുന്നു ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട വിഷയം. ഹോക്കിയുടെ വിജയം കഴിഞ്ഞ് നമ്മുടെ ശ്രീജേഷിന് 10 ലക്ഷം കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ല. അയാളെ നാണം കെടുത്തി. 3 കോടി രൂപയാണ്
ഓരോ കളിക്കാരനും ഹരിയാനയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്? 3 കോടി. നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ ഓരോ വിഷയത്തിലും ഞങ്ങളെടുത്ത സമീപനമുണ്ട്. ആ സമീപനം എന്ന് പറയുന്നത്, ഞാൻ തുറന്നു പറയാണ് വേണു, ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലും, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകണ്ടല്ലോ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാൻ പോകണ്ടല്ലോ, ഒരു തെരഞ്ഞെടുപ്പിലും BJP പരാജയപ്പെടില്ല. കാരണം സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ 100-ാം വർഷമാണ്. ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ സംഘടന പറയേണ്ടത് പറയും ചില ആളുകളോട്, ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഒന്നിച്ച് നിന്നുകൊണ്ട് പരാജയത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും. ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു, കഴിയില്ല. ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്താം. താങ്കൾ പറഞ്ഞു ജമ്മു കാശ്മീരിൻ്റെ കാര്യം. ജമ്മു കാശ്മീരിലെ ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് 64% അവിടെ പോളിംഗ് നടന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിജയം. രണ്ടാമത്തത്, ഫറൂഖ് അബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ ഒമറും മകനും പറഞ്ഞു ഇവരോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ജമ്മുവിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. കോൺഗ്രസ് മത്സരിച്ച സ്ഥലത്തെല്ലാം ജമ്മുവിൽ ഞങ്ങളാണ് വിജയിച്ചത്. പക്ഷേ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് താങ്കളുടെ ഒരു വാദം ഞാൻ കണ്ടു. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു.